മുളിയാറിൽ 4 മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി മരിച്ച ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് മുളിയാർ കോപ്പാളം കൊച്ചിയിലെ ബിന്ദു ഇവരുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ് ശ്രീനന്ദ എന്നിവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് നാടിനെ നടുക്കിയ കൊലപാതകവും ആത്മഹത്യയും നടന്നത്. മുളിയാർ കോപ്പാളം കൊച്ചിയിലെ രാമചന്ദ്രൻ ലളിത ദമ്പതികളുടെ മകൾ ബിന്ദു, ബിന്ദുവിന്റെ മകൾ 4 മാസം പ്രായമുള്ള ശ്രീനന്ദ എന്നിവരാണ് മരണപ്പെട്ടത്. കുഞ്ഞിന്റെ മൃതദേഹം വീട്ടിനകത്തെ തൊട്ടിലിലും ബിന്ദുവിന്റെ മൃതദേഹം മുറ്റത്തുള്ള മരത്തിലുമാണ് കാണപ്പെട്ടത്. ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്താണ് ബിന്ദുവിന്റെ ഭർത്താവ്. ഇയാൾ ഇസ്രായേലിലാണ്. ഭർത്തൃവീട്ടിലായിരുന്നു ബിന്ദുവും മക്കളും. ഭർത്തൃവീട്ടിൽ നിന്ന് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന പരാതിയെ തുടർന്ന് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് പിതാവ് രാമചന്ദ്രൻ തൊടുപുഴയിലെത്തി ബിന്ദുവിനെയും മക്കളെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഉച്ചകഴിഞ്ഞ് പിതാവ് രാമചന്ദ്രനും സഹോദരിയുടെ മകനും വീട്ടിനകത്ത് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് കുഞ്ഞിന് മുലയൂട്ടാനെന്ന് പറഞ്ഞ് മുറിയിൽ കയറിയ ബിന്ദു അല്പസമയത്തിനകം പുറത്തിറങ്ങി. അസ്വാഭാവികതയൊന്നും അനുഭവപ്പെടാത്തതിനാൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതിനിടയിൽ സഹോദരിയുടെ മകൻ തൊട്ടിലിനരികിലെത്തിയപ്പോഴാണ് കുഞ്ഞിനെ ചലനമറ്റ് കിടക്കുന്നതായി കണ്ടത്. രാമചന്ദ്രൻ എത്തി നോക്കിയപ്പോൾ കുഞ്ഞിന് ജീവനില്ലെന്ന് ബോധ്യമായി. ബിന്ദുവിനെ അന്വേഷിച്ചപ്പോഴാണ് മരത്തിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ബിന്ദുവിന്റെ മൂത്ത മകൻ സംഭവ സമയത്ത് വീടിനകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റി. ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാവിലെയും ഭർത്തൃമാതാവ് വിളിച്ച് മോശമായി സംസാരിക്കുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബിന്ദു കാലുപിടിച്ച് പറഞ്ഞുവെന്നും ഭർത്താവ് ശരത്തും ബിന്ദുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവ് രാമചന്ദ്രൻ പറഞ്ഞു. വർഷങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം എത്രയെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വർഷം പോകും, കൂട്ടിക്കൊണ്ടുവരും, കൂട്ടിക്കൊണ്ടാക്കും. അല്ലാതെ എനിക്ക് ഫോൺ വിളിക്കുന്നത് ഇന്നലെ ആദ്യമായിട്ട് വിളിച്ചത്. അതെ, ഭർത്താവാണ് ഇത് മുട്ടിച്ചത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞത്, നീ വീട്ടിൽ കയറണ്ട, നീ എന്നെ ഒഴിവാക്കാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ആണിയിട്ട് പറഞ്ഞു. ഇല്ല സ്ഥലത്തിട്ട് ഞാൻ അങ്ങനെ തെറ്റും ചെയ്തിട്ടില്ല, മക്കളാണ് സത്യം എന്ന് പറഞ്ഞ് സത്യമിട്ട് അന്ന് ഞാൻ കേൾക്കുന്നുണ്ട് ഈ സത്യയിടലൊക്കെ. അങ്ങനെ ഞാൻ എന്ത് മോളെ സ്ഥലത്ത് നീയുമായിട്ട് ഇല്ല ചേച്ചാ, അത് വീട്ടു മുണക്കമല്ലേ, കുഴപ്പമില്ല, മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഈ തള്ള വിളിക്കുന്നത് എനിക്ക്. ഈ സംഭവം നടന്നപ്പോൾ ഞാൻ വിളിച്ച് തള്ളക്ക്, എന്തേ നിങ്ങൾ വരുന്നോ ഇങ്ങോട്ട് കാണണ്ടേ? ഞങ്ങൾക്ക് കാണണ്ടേ, ഞങ്ങൾ വരുന്നില്ലെന്ന് പറഞ്ഞു. അറിയിച്ചു. ഭർത്താവ് പിന്നെ വിരോധിച്ച് ഭർത്താവ് കരയുന്നു. ആദ്യമൊന്നും കരഞ്ഞില്ല, രണ്ടാമത് കുഞ്ഞും കൂടെ പോയി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവന് കരച്ചിൽ തുടങ്ങി. അതേവരകം കരഞ്ഞു വിളിച്ചതൊന്നുമില്ല. ഭയപ്പെട്ടു. അവന് എന്ത് നഷ്ടം? എനിക്കല്ലേ നഷ്ടം. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും കൊല്ലം കാത്തു സൂക്ഷിച്ച് നാട്ടിൽ വന്നിട്ട്. രാമചന്ദ്രൻ കോട്ടയം സ്വദേശിയാണ്. മിച്ചഭൂമി ലഭിച്ചതിനെ തുടർന്നാണ് കുടുംബസമേതം കോപ്പാളം കൊച്ചിയിൽ ചെറിയ വീട് നിർമ്മിച്ച് താമസം തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.